You have to wait for 1 year till you have to evaluate for infertility. ഇത് തികച്ചും തെറ്റായ ഒരു ധാരണയാണ്. വന്ധ്യതയുടെ ചികിത്സ എന്ന് പറയുന്നത് സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് മാറുന്നു. ഉദാഹരണത്തിന് യങ്ങർ ആയിട്ടുള്ള ഒരു കപ്പിളാണെങ്കിൽ നമുക്ക് 1 വർഷം വരെ വെയിറ്റ് ചെയ്യാം. മറിച്ച് സ്ത്രീയുടെ ഏജ് 35 വയസ്സിന് മുകളിലോ പുരുഷന്റെ ഏജ് 40 വയസ്സിന് മുകളിലോ ആണെങ്കിൽ നമുക്ക് 1 വർഷം വരെ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ അണ്ഡാശയത്തിന്റെ സർജറി കഴിഞ്ഞിട്ടുള്ളവരാണെങ്കിലോ വൃഷണത്തിന്റെ സർജറി കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം, എൻഡോമെട്രിയോസിസ് തുടങ്ങിയ അസുഖങ്ങളുണ്ടെങ്കിലോ നമുക്ക് നേരത്തെ തന്നെ ഒരു ഇൻഫെർട്ടിലിറ്റി ഡോക്ടറുടെ സേവനം സ്വീകരിക്കാവുന്നതാണ്. മൂന്നാമത്തെ ഒരു മിത്താണ് യങ്ങർ കപ്പിളിന് ഇൻഫെർട്ടിലിറ്റി വരികയില്ല എന്നുള്ളത്. ഇത് തികച്ചും തെറ്റിദ്ധാരണയാണ്. യങ്ങർ കപ്പിളിനും വന്ധ്യത കാണാറുണ്ട്. പ്രായം കൂടുന്നതിനനുസരിച്ച് വന്ധ്യതയുടെ പ്രിവലൻസ് കൂടും. എങ്കിലും യങ്ങർ കപ്പിളിൽ പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം, എൻഡോമെട്രിയോസിസ് തുടങ്ങിയ അസുഖങ്ങളുള്ളവരിലും പുരുഷ വന്ധ്യത, ഉദാഹരണത്തിന് ബീജത്തിന്റെ അളവ് തീരെ കുറവോ ചലനശേഷി കുറവോ ഉള്ളവർ, ഇങ്ങനെയുള്ള യങ് കപ്പിൾസിലും ഇൻഫെർട്ടിലിറ്റി വരാം. അതുകൊണ്ട് പ്രായം മാത്രം ഒരു ഘടകമായിട്ട് വന്ധ്യതയുടെ ചികിത്സയിൽ വിചാരിക്കരുത്. വന്ധ്യത ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കണ്ട് സേവനം എടുക്കേണ്ടതാണ്.